ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? ഈ എന്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി 1.25 ഇഞ്ചാണ്. ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റായാണ് ഇതിനുപയോഗിക്കുന്നത്. ബേബിയുടെ ചോർച്ചിലെ ഞാൻ ഉടനെ മാറ്റി കൊടുക്കാം. ഇത് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ വീഴുന്നു. ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയുക തകിടിന്റെ ഭക്ഷണമായി മാറും. എന്താ രാജേന്ദ്ര പറയണേ? എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് സാധ്യമാകുക? ഇതിലെവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോകില്ല. കണ്ണിന്തിരി കാണിക്കല് ആടിച്ച് കവാലൊക്കെ 10 ഗോവിന്ദ സ്വാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളർത്താൻ സാധിക്കും. ഈ കാണിച്ചോണ്ടിരിക്കുന്ന വെറും പട്ടിഷോയാ, വെറും പട്ടിഷോ. ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെ 3 ഡ്രമ്മുകൾ വീട്ടിൽ വെച്ച് ഇതിന്റെ മുകളിൽ കയറിയെന്നതാണ്. അതെന്റെ വലിയൊരു ആഗ്രഹം. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഒരാൾക്ക് പോയിട്ട് എങ്ങനെ ഈ കണ്ണിന് മുകളിലേക്ക് ആക്കി കറങ്ങുന്നു? ഈ 3 കണ്ണിന് മുകളിലേക്ക് ഏത് നാട്ടിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടിപ്പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാട്ടം സാധ്യമാകില്ല എന്ന് PV അൻവർ പറയുന്നത് അത് തെളിവുകൾ സഹിതമാണ്. പൊട്ടന് ലോകപൊട്ടനാണ്, പൊട്ടന് ലോകപൊട്ടൻ. പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ്? 1000 ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ആവർത്തിക്കുകയാണ്. അതും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം കൃത്യമായി പുനരാവിഷ്കരിച്ചുകൊണ്ട് തന്നെ. അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ്. ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ 1 വ്യക്തിക്കോ 2 വ്യക്തികൾക്കോ 4 വ്യക്തികൾക്കോ സാധ്യമല്ല. അതാണ് രണ്ടാമത്തെ വിഷയം. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. പിന്നെ ഡ്രമ്മിന്റെ കാര്യം, അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു. ഒരു നിലക്കും 3 ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ 2 ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മൂന്നാമത്തെ കാര്യം, ഈ 3 ഡ്രം തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു. അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും. ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ, ഈ വ്യക്തി എന്തിനാ ജയിൽ ചാടുന്നത്? ഇത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട് വിടാനാണ്. ഓഹോ, അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ്? രക്ഷപ്പെടുക എന്നാണ്. എങ്ങോട്ടാ? ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ്. ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദച്ചാമി ശ്രമിച്ചിട്ടില്ല. അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല. ആ കാണിക്കുന്ന ടിവിയില് CCTVയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പൊ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ട്രെയിനായിരുന്നു. ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത്. 1/2 മണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും. 15 മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും. അതാണ് എനിക്കും പിടികിട്ടാത്തത്. മൊത്തം കൺഫ്യൂഷൻ ഇല്ല സാർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ? ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദച്ചാമി അവിടെ 10 മണി വരെ ജനങ്ങളെ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക? ശരി ശരി ശരി, നമ്മൾ തമ്മിൽ ഒരു പണക്കമല്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ.
നമ്മൾക്കത് ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദസ്വാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ പറയടോ. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു. ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ 10 മണിയോടുകൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന VS ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി. എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല? എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദസ്വാമി ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൊട്ടന്മാര്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇന്ന് നമ്മളിത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറുത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും. ഒരു ഗോവിന്ദസ്വാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല. 5 ഗോവിന്ദസ്വാമിമാര് 2 കൈയുള്ളവർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. തൽക്കാലം ആരോടും പറയണ്ട. തൊഴിലാളികള് VS-നെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു. VS എടുത്ത നിലപാടുകൾ വന്നു. ആ VS-നെ തരം താഴ്ത്താൻ CPM-ന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി. പിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി. ഇവിടെ പലതും ചർച്ചയായി. ഇന്നത്തെ പിണറായിസ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി. ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP അജിത് കുമാറിന്റെയും നല്ല കാര്യായി ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രം അട്ടിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ ഈ ജയിലിന് ചുറ്റി നടന്ന ഒരു ഗോവിന്ദസ്വാമിയെ അതാണ് ആ കഥ, ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യമല്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ.